ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ആഞ്ജനേയ 2255ൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞ് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ അമ്പലത്തിലേക്ക് വന്നതാണ്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വൈകുന്നേരങ്ങളിൽ നന്നായിട്ട് ചണ്ടി വീഴാറുണ്ട് മുറ്റത്തൊക്കെ. ആലിൻ്റെ ഇലകളും അതുപോലെ മാവിലയും അങ്ങനെ നന്നായിട്ട് ചണ്ടി കൊഴിയുന്നുണ്ട്. അപ്പം അമ്മേനെ ഒന്ന് സഹായിക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ ഞങ്ങൾ. അങ്ങനെ ഞങ്ങളിവിടെ എത്തിയപ്പോഴേക്ക് പീലിക്കുട്ടി പിന്നെ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഫുള്ള് ഓട്ടവും കളിയൊക്കെയാണ്. അങ്ങനെ അമ്മ അടിച്ചു തരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമ്മ തന്നെ പകുതി മുക്കാൽ ഭാഗമൊക്കെ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് സഹായിച്ചു കൊടുത്തു. പിന്നെ സാവിത്രി ചേച്ചി അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ വന്നിക്കുകയാണെങ്കിൽ എപ്പോഴും പീലിക്കുട്ടീൻ്റെ പണിയെന്ന് വെച്ചാൽ മണ്ഡപത്തിൽ കയറുക, അവിടുത്തെ ഡാൻസ് കളിക്കുക, അതൊക്കെയാണ് കേട്ടോ പീലിക്കുട്ടീൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ തൊട്ടടുത്തായിട്ട് ചെറിയൊരു ഷീറ്റ് കെട്ടിയിട്ട് കുറേ ചെയറും മേശയൊക്കെ ഇട്ട് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിവിടെ അന്നദാനം, രാത്രി ഭജന ഉണ്ടാവുമല്ലോ, അതിൻ്റെ അന്നദാനം കഴിക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ ആണെങ്കിൽ ഇന്ന് നക്ഷത്രം വരുന്നത് ആയില്യാണ്. ആയില്യം പീലിക്കുട്ടീൻ്റെ നാളാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഭജന പീലിക്കുട്ടിയുടെ വകയാണ്, നേത്ര ഷിജിത്ത്. പിന്നെയാണെങ്കിൽ ഭജനയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ പൈസ അടച്ചതിൻ്റെയാണ് കേട്ടോ ബോർഡിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഓരോരുത്തർ അവരുടെ നാളുകൾക്ക് വേണ്ടിയിട്ട്, നാളുകളുടെ അന്ന് ഭജന നടത്താൻ വേണ്ടിയിട്ട് അതിൽ എഴുതി വെച്ചതാണ്. പിന്നെ പീലിക്കുട്ടി ഇതാ അവിടെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്, എന്നിട്ട് ഫുള്ള് കളിയാണ് കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ വന്നു. വീട്ടിൽ വന്ന് മേലൊക്കെ കഴുകി വിളക്കൊക്കെ കത്തിച്ചിട്ട് പിന്നെ ഭജന തുടങ്ങാനായപ്പോഴാണ് കേട്ടോ ഞങ്ങൾ പിന്നെ അമ്പലത്തിലേക്ക് തന്നെ പോയത്. പിന്നെ ഞങ്ങൾ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ഇവിടെ സ്വാമിമാരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നാണെങ്കിൽ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. 6:45 ആയപ്പോഴേക്കും ശരണം വിളിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. സാധാരണ അമ്പലം അടച്ചതിന് ശേഷം 7 മണിക്ക് ശേഷമാണ് പൂജ തുടങ്ങിയിട്ട് ശരണമൊക്കെ വിളിക്കാൻ തുടങ്ങാറ്. പിന്നെ ഗുരുസ്വാമി ശരണം വിളിച്ച് അപ്പോൾ പിന്നെ എല്ലാവർക്കും പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അതിന് മുമ്പേ. എന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ പൂവ് ഭഗവാന്റെ ഫോട്ടോൻ്റെ മുമ്പിൽ ഇടും. അങ്ങനെയാണ് കേട്ടോ. അഴകായി മാലകൾ ചാത്തിയും അരയിൽ കിങ്ങിണി കേട്ടിയും അഴകായി മാലകൾ ചാത്തിയും അരയിൽ കിങ്ങിണി കേട്ടിയും അഴകായി മാലകൾ ചാത്തിയും അരയിൽ കിങ്ങിണി കേട്ടിയും ആനന്ദ നടനമാരിയും ബാലകുമാര ഓടിവാ പാർവതി ദേവിക്ക് ബാലനായി ശരവണഭവനിൽ ആര്യങ്കാവിലയ്യനേ ശരണമയ്യപ്പ പ്രഭുവേ ശരണമയ്യപ്പ ആര്യങ്കാവിലയ്യനേ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ
ആര്യങ്കാവിലയ്യനെ ശരണമയ്യപ്പ ശരണമയ്യപ്പ ആര്യങ്കാവിലയ്യനെ ശരണമയ്യപ്പ തേരുമേരി ശാസ്താവേ ശരണമയ്യപ്പ തേരുമേരി പേശയെ ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ ഇത്ര പാട്ടുകളല്ല കേട്ടോ ഉണ്ടാവാറ്, ഒരുപാട് പാട്ടുകൾ ഉണ്ടാവാറുണ്ട്. ചെറിയ കുട്ടികളൊക്കെ പാടാറുണ്ട് കേട്ടോ. ഞാൻ പിന്നെ 3 പാട്ടുകളെ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ, ലെങ്ത്ത് കൂടുമല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ പിന്നെ പടിചൊല്ലലും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി. പിന്നെ ശരണം വിളിച്ചതിന് ശേഷമാണ് കേട്ടോ ഭക്ഷണം കഴിക്കുക. അപ്പോഴും സ്വാമിമാരും മാളികപ്പുറവും പിന്നെ കുട്ടികളും എല്ലാവരും മുകളിലാണ് കേട്ടോ ഇരിക്കാറ്. അങ്ങനെ പിന്നെ ഭജനൊക്കെ കഴിഞ്ഞു, ശരണം വിളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും താഴേക്ക് ഇറങ്ങി കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടേബിളൊക്കെ ഫുള്ളായതുകൊണ്ട് പിന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പിലാണ് ഇരുന്നത്. പിന്നെ കുറേ ആളുകൾ ഇരിക്കാനുണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് ഭക്ഷണം എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിൽ പുഴുക്കായിരുന്നു, പിന്നെ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, അതായത് വൃശ്ചികം തുടങ്ങിയത് മുതൽ ഇത്രയും ദിവസങ്ങളിൽ അധിക ദിവസം ഞങ്ങളുടെ വൈകുന്നേരം ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. വൈകുന്നേരം കുറച്ച് അമ്മയ്ക്ക് അടിച്ചേരി കൊടുക്കും, പിന്നെ വീട്ടിൽ പോയിട്ട് വിളക്കെത്തിക്കുക, പിന്നെ ഇവിടേക്ക് തന്നെ വരിക, ഭജനയിൽ കൂടുക. അപ്പോൾ ഇങ്ങനെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ബൈ.